റഷ്യയുടെ ഒരു പ്രധാന കാർഗോ വിമാനം. എന്തുകൊണ്ടാണ് ഈ കാർഗോ വിമാനം പ്രശസ്തമായത്? അല്ലെങ്കിൽ ഇതുവരെയും ഈ വിമാനത്തിൽ എന്താണ് കൊണ്ടുപോയത് എന്ന് നോക്കുമ്പോൾ പല പ്രധാന സൈനിക ആയുധങ്ങൾ പല പ്രധാന രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ റഷ്യ ഈ വിമാനം ഉപയോഗിച്ചു. ശരി, നിങ്ങൾ ഇപ്പോൾ ഈ വിമാനത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? മറ്റൊരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് യാതൊരു ബന്ധവുമില്ലാതെ ഈ ഒരു വിമാനത്തെക്കുറിച്ച് പറയുന്നത്? അങ്ങനെ ഈ വിമാനത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ? അല്ലെങ്കിൽ റഷ്യ ഈ ഒരു വിമാനം ഉപയോഗിച്ച് വലിയ എന്തെങ്കിലും കാര്യം ചെയ്തോ എന്നുള്ള നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനുള്ള ഉത്തരം, റഷ്യയുടെ IL-760 സെലിക്സ് എയർലൈൻസിലുള്ള ഈ ഒരു മിലിറ്ററി കാർഗോ വിമാനം ഇറാനിൽ വന്നിറങ്ങി. എന്ത്? റഷ്യയുടെ വിമാനം ഇറാനിൽ ഇറങ്ങിയോ? അങ്ങനെയാണെങ്കിൽ ഇറാൻ ആവശ്യമായ ആയുധങ്ങൾ, പ്രധാനമായും ഇറാന്റെ പ്രതികാര ആക്രമണത്തിന് റഷ്യ സഹായിക്കാൻ തുടങ്ങിയോ? അല്ലെങ്കിൽ ഇറാന് ഇതിന് പിറകിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഒരുപക്ഷെ ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ റഷ്യയിലേക്ക് അയക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നുണ്ടോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ. പക്ഷെ ഇതിൽ രണ്ടാമത് പറഞ്ഞ കാര്യത്തിന് സാധ്യത ഇല്ല. അങ്ങനെയെങ്കിൽ റഷ്യയിൽ നിന്ന് ചില ഭാഗങ്ങൾ, ചില വസ്തുക്കൾ ഇറാനിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. സെലിക്സ് എയർലൈൻസ് റഷ്യയുടെ വ്യോമസേനയെ സഹായിക്കാൻ, അല്ലെങ്കിൽ റഷ്യയുടെ ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയാം. അവരുടെ പ്രധാന ജോലി ട്രാൻസ്പോർട്ടാണ്. ഈ ചരക്ക് വിമാനങ്ങളിൽ ധാരാളം സാധനങ്ങൾ കയറ്റി മറ്റു രാജ്യങ്ങളിലേക്ക് റഷ്യയുടെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ റഷ്യൻ കോൺട്രാക്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ചരക്ക് എടുക്കുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതുമാണ് ഇവരുടെ പ്രധാന ജോലി. അവർ പ്രാഥമികമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വിമാനം Mi-8 ഹെലികോപ്റ്ററുകളാണ്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ IL-76 പരിഷ്കരിച്ച TD പതിപ്പാണ്. ഇതിനെ IL-76TD എന്നും പറയും. ആകാശത്തിൽ പറക്കാൻ കഴിവുള്ള ഒരു കപ്പലാണ് ഇതെന്ന് പറയും. കാരണം അത്രയേറെ ചരക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഉദാഹരണത്തിന് 50 ടൺ മുതൽ 80 ടൺ വരെയുള്ള ആയുധങ്ങൾ എളുപ്പത്തിൽ എടുക്കാൻ കഴിവുള്ള ഒരു ചരക്ക് വിമാനം. ഇത് റഷ്യയുടെ വ്യോമസേനയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കൂടുതൽ വ്യക്തമാക്കിയാൽ T-72 ടാങ്കുകൾ, S-300, S-400 ഇവയുടെ ഒരു യൂണിറ്റ് എടുക്കാൻ മാത്രം അത്രയും ശക്തമായ ഒരു വിമാനം. കൂടാതെ ഒരു പ്രധാന സമയത്ത് സൈനികരെ പോലും ഇതിൽ കൊണ്ടുപോകാൻ സാധിക്കും. അധികം ആയുധങ്ങളൊന്നും എടുക്കാത്തൊരു സാഹചര്യത്തിൽ 150 സൈനികരെ വരെയും ഈ ഒരു വിമാനത്തിൽ കൊണ്ടുപോയി എയർ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. ശരി, അപ്പോൾ ഈ വിമാനത്തെ ഇവർ എന്തിനു വേണ്ടിയെല്ലാം ഉപയോഗിച്ചു? നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ മിലിറ്ററി ട്രാൻസ്പോർട്ടിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ വിമാനം ലോകത്തിൽ ആദ്യമായി ചർച്ചയായി മാറിയത് 2011 സിറിയയിൽ പ്രശ്നമുണ്ടായപ്പോഴാണ്. ആ സമയം റഷ്യ ഈ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഈ വിമാനം അവിടെ വന്ന് ഇറങ്ങുകയും വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. അതിനുശേഷം 2013 സുഡാനിലും 2015 ലിബിയയിൽ ഇങ്ങനെ 3 പ്രധാന സ്ഥലങ്ങളിൽ ഈ വിമാനം വന്നപ്പോൾ ആ സ്ഥലത്ത് ആർക്കു വേണ്ടിയാണോ അവർ വന്നത് അവർക്ക് ഒരുപാട് സപ്ലൈസ് കൊടുക്കുകയും അവർ നേരിടുന്ന പ്രശ്നത്തെ മാറ്റി മറിക്കേണ്ടത്ര രീതിയിൽ ഈ വിമാനം പ്രവർത്തിച്ചു. ഇപ്പോൾ ഇറാനിൽ ഈ വിമാനം വന്നിറങ്ങി. ഇതെന്തുകൊണ്ട് ഇത്ര പ്രധാനമായി മാറി? ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൽ 2 പോസിബിലിറ്റീസ് ഉണ്ടെന്ന്. അതിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്നുള്ളത് ആദ്യം അറിയാം. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന് എതിരെ ഒരുപാട് ആയുധങ്ങൾ ഇറാൻ റഷ്യക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞു. അതിനുള്ള വിശദീകരണവും ഞാൻ നൽകാം. IL-76T ഈ സ്ഥലത്ത് ഇറങ്ങിയത് കൊണ്ട് പലരും പറയുന്നത് ഇല്ല, ഇസ്രായേലിൽ ഒരു ആക്രമണം നടത്താൻ ഇത് വന്നു എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഷാഹിദ് ഡ്രോണുകൾ അല്ലെങ്കിൽ റഷ്യക്ക് ആവശ്യമായ കുറച്ച് സ്പെയർ പാർട്സ് അതെടുക്കാൻ ഈ വിമാനം വന്നിട്ടുണ്ടാകാം. കാരണം റഷ്യ ഉപയോഗിക്കുന്ന സ്വിസൈഡ് ഡ്രോൺസ്, ഷാഹിദ് 136 പോലുള്ള ധാരാളം ഡ്രോണുകൾ ഇവയെല്ലാം ഇറാൻ നിർമ്മിതമാണ്. വളരെ കുറഞ്ഞ വിലയിൽ റഷ്യ ഇത് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇറാനിൽ നിന്ന് ധാരാളം പീരങ്കി ഡ്രോണുകളും വാങ്ങി റഷ്യ ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ അതിനു വേണ്ടിയായിരിക്കാം ഈ വിമാനം ഇവിടെ ലാൻഡ് ചെയ്തത്. ഈ വിമാനം ഒരു കാരണവുമില്ലാതെ വന്നതാകാം. അല്ലെങ്കിൽ ഇറാൻ ആവശ്യമായ ചില സഹായം അവർ കൊണ്ടുവന്നാലും അത് വലിയ രീതിയിൽ അവർ ഉപയോഗിക്കാനുള്ള സാധ്യതയും കുറവാണ്. അതിനാൽ ഇറാനിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനായിരിക്കാം ഈ വിമാനം ലാൻഡ് ചെയ്തതെന്ന് പലരും പറയുന്നു. പക്ഷേ ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? ഇതിനു മുൻപ് ഈ വിമാനം ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൂടുതലായും ഈ വിമാനം ഇറാനിൽ അങ്ങനെ വന്നിറങ്ങിയിട്ടില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ആവശ്യമായ സാധനങ്ങൾ കാസ്പിയൻ കടൽ മാർഗം വഴി, അതായത് റഷ്യക്കും ഇറാനും ഇടയിൽ ഒരു കടലുണ്ട്, അതുവഴിയാണ് ഇറാനും റഷ്യയും തമ്മിലുള്ള വ്യാപാരം നടക്കുന്നത്. ചരക്ക് വിമാനം വഴി ചരക്ക് കൈമാറ്റം റഷ്യക്കും ഇറാനും ഇടയിൽ നടക്കുന്നത് അപൂർവമായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചരക്ക് വിമാനം ഇവിടെ വന്ന് നിർത്തിയത് തീർച്ചയായും ഇറാനിൽ നിന്നും ഒന്നും കൊണ്ടുപോകാനായിരിക്കില്ല. അതിനാൽ ഇവിടെ ഈ ഒരു സാധ്യതയെയും നമുക്ക് തള്ളിക്കളയാനേ സാധിക്കൂ.
അങ്ങനെയെങ്കിൽ അകത്തേക്ക് വന്ന ഈ ഒരു വിമാനം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും. അമേരിക്ക ഇപ്പൊ പറയുന്നത് കഴിഞ്ഞ തവണ ഏപ്രിൽ മാസം 13-ാം തീയതി അവർ നടത്തിയ ആക്രമണത്തിന് മുൻപ് തന്നെ അവർ ഒരു നോട്ടീസ് ഞങ്ങൾക്ക് തന്നിരുന്നു. അതിലൂടെ അവർ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. എപ്പോഴാണ് ആക്രമിക്കാൻ പോകുന്നത് എന്നുള്ള സമയവും ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാര്യക്ഷമമായി ആ ഒരു ആക്രമണത്തെ തടയാൻ കഴിഞ്ഞത്. എന്നാൽ ഇത്തവണ ഇറാൻ അങ്ങനെ യാതൊരു നോട്ടീസും നൽകിയിട്ടില്ല. അതിനാൽ ഇവിടെ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ എന്നത് വർദ്ധിച്ചിട്ടുണ്ട്. ഇറാന്റെ ഒരു പ്രതികാരം ഇവിടെ നടക്കും എന്നുള്ളത് അറിയാം. പക്ഷെ അവർ എങ്ങനെ ചെയ്യാൻ പോകുന്നു, എപ്പോ ചെയ്യാൻ പോകുന്നു, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. അതിനാൽ ഇറാൻ എന്തോ ഒന്നിന് വലുതായി തയ്യാറെടുക്കുകയാണ്. ഇത്തവണ റഷ്യയുടെ ഒരു വിമാനം, അതും ഇത്രയേറെ ആയുധങ്ങൾ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വിമാനം ഇറാനിൽ വന്ന് ഇറങ്ങിയതിലൂടെ ഒരുപക്ഷെ റഷ്യ അവരുടെ ആയുധങ്ങൾ നേരിട്ട് ഇറാന് കൊടുക്കാനുള്ള സാധ്യതയും ഒരുപാടുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ച് റഷ്യയുടെ ആയുധങ്ങളാണ് അവർ കൂടുതലായും ഉപയോഗിക്കുന്നത്. റഷ്യയുടെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട ചില സ്പെയർ പാർട്സ് അല്ലെങ്കിൽ ഇറാന്റെ മിസൈൽസിന് ആവശ്യമായ ചില പ്രധാനപ്പെട്ട കോമ്പണന്റ്സ് ഈ ഒരു കാർഗോ പ്ലെയിൻ വഴി തീർച്ചയായും വന്നിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഇറാനെ റഷ്യ ഇൻഡയറക്റ്റ് ആയി സഹായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഇറാൻ ഒരു ആക്രമണം റഷ്യയുടെ സഹായത്തോടു കൂടി ചെയ്യാൻ തുടങ്ങിയാൽ ഇസ്രായേലിനെതിരായ ഒരു വലിയ ആക്രമണം ഇറാനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതിനാൽ റഷ്യയെ മോണിറ്റർ ചെയ്യേണ്ടത് ഈ സ്ഥലത്ത് വലിയൊരു കാര്യമായി മാറിയിട്ടുണ്ടെന്ന് ഈ ഒരു വിമാനം വന്നിറങ്ങിയതിലൂടെ തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ് അമേരിക്ക നൽകി. ഇതിലൂടെ ഈ ഒരു വിമാനം ഇന്നലെ വന്നിറങ്ങി. ഇതിനുശേഷം ഇറാൻ ചെയ്ത ഒരു വലിയ കാര്യം, റഷ്യയിൽ നിന്ന് ഒരു ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ വാങ്ങിയിരുന്നു. എന്നാൽ അവർക്കത് കാര്യക്ഷമമായി വിന്യസിപ്പിക്കാൻ സാധിച്ചോ, അല്ലെങ്കിൽ ഇതവർ കൂടുതൽ ഉപയോഗിച്ചോ എന്ന് ചോദിച്ചാൽ ഇറാനിലെ ചില സ്ഥലങ്ങളിൽ മാത്രമേ അതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചുള്ളൂ. കാരണം പല കോമ്പണന്റ്സും അപ്പോഴും റഷ്യയുടെ പക്കൽ നിന്ന് വരേണ്ടതുണ്ടായിരുന്നു. ഇപ്പോ ഈ കാർഗോ വിമാനം വന്ന അടുത്ത ചില മണിക്കൂറിൽ തന്നെ ഇറാന്റെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് വരുന്നു. ഈ മുർമാൻസ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഞങ്ങളുടെ നാടിന്റെ പല ഭാഗങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു അറിയിപ്പ് കൊടുത്തു. ഒരു ഭാഗത്ത് ആ ഒരു വിമാനം വന്നിറങ്ങി, മറ്റൊരു ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം അവർ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് പറയുന്നു. ഇവയ്ക്ക് രണ്ടിനും ഇടയിൽ ഒരു വലിയ ബന്ധമുണ്ട്. പറയാൻ കാരണം, ഇത് വളരെ എഫക്റ്റീവായ നാറ്റോ തന്നെ അംഗീകരിച്ച ഒരു ജാമിംഗ് സംവിധാനമാണ്. നാറ്റോയുടെ F-35 കരിങ്കടലിലോ അല്ലെങ്കിൽ റഷ്യയുടെ അതിർത്തിയിലോ പറക്കുമ്പോൾ F-35ലേക്ക് വരുന്ന ട്രാൻസ്മിഷൻ സിഗ്നൽ ആയാലും അല്ലെങ്കിൽ F-35 അതിന്റെ ഗ്രൗണ്ട് സ്റ്റേഷനുമായോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മറ്റു വിമാനങ്ങളുമായോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നമുണ്ടായി. അത് നാറ്റോ തന്നെ ഔദ്യോഗികമായി പറഞ്ഞൊരു കാര്യമാണ്. സിസ്റ്റം ഹെവിലി പവർഫുൾ ആണ്. വളരെ കുറഞ്ഞ ഫ്രീക്വൻസി മുതൽ കൂടുതൽ ഫ്രീക്വൻസി വരെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന സിഗ്നൽസിനെ ജാം ചെയ്യാനുള്ള കഴിവ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റത്തിന് ഉണ്ടെന്ന് നാറ്റോ അംഗീകരിച്ച ഒരു കാര്യമാണ്. അതിനവീന ജാമിംഗ് സിസ്റ്റമാണിത്. ഇതിപ്പോൾ ഇറാൻ ഇൻസ്റ്റാൾ ചെയ്തു. അതും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഒരു പ്രശ്നമാണ്. നാളെ ഒരു പക്ഷേ ഇസ്രായേലിന്റെ F-35നെ ഇറാനുള്ളിലേക്ക് നുഴഞ്ഞു കയറ്റി ഒരു ആക്രമണം നടത്താൻ ശ്രമിച്ചാൽ അതിന്റെ സിഗ്നൽസിനെ ജാം ചെയ്യാനുള്ള ഒരു നടപടിയായിട്ടാണ് ഇറാൻ ഇത് ചെയ്യുന്നത്. കാരണം 2000 കിലോമീറ്റർ വരെയും വരാൻ കഴിയുള്ള വിമാനങ്ങളുടെ ഫ്രീക്വൻസീസിനെ ഇതിനെ കൊണ്ട് കണ്ടെത്താനും ജാം ചെയ്യാനും സാധിക്കും. ഇത് നിർമ്മിച്ച കമ്പനി തന്നെ ഇതിനെക്കുറിച്ച് ഒഫീഷ്യലായി പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇറാൻ ഒരു വലിയ പ്രതികാര ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്. എന്നാൽ നമ്മൾ അങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ തീർച്ചയായും നമുക്കെതിരെയും ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടാകും. അതിനാൽ മുൻകൂട്ടി തന്നെ നമ്മൾ പ്രതിരോധ നടപടികൾ എടുക്കണം എന്ന് ചിന്തിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോ ഈ വന്ന വിമാനങ്ങൾ അടുത്ത ചില മണിക്കൂറിൽ തന്നെ തിരികെ റഷ്യയിലേക്ക് പോയി. അതിന്റെ ഫ്ലൈറ്റ് റേഡാർ ഡേറ്റ എല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു വിമാനം വന്നിറങ്ങിയതിനു ശേഷമാണ് ഇത്രയേറെ ചർച്ചകൾ നടക്കാൻ തുടങ്ങിയത്. അതിനനുസരിച്ചതുപോലെ തന്നെ ഇറാന്റെ പ്രവൃത്തികളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും നമുക്കറിയാം. അടുത്ത് വരാൻ പോകുന്ന വീഡിയോ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആയിരിക്കും. കാരണം ഇസ്രായേലിനെതിരായ ഒരു ആക്രമണം ഹെസ്ബുള്ള തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് വരും തോറും അധികമാകുമെന്നുള്ള ഭയം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിൽ ഒരു ആക്രമണം നടന്നു. ഇവയെക്കുറിച്ചെല്ലാം അടുത്ത വീഡിയോയിലൂടെ നമുക്കറിയാം. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.